500 മുതലാളി. ഞങ്ങളെ രക്ഷിക്കണം മുതലാളി, ഞങ്ങളെ രക്ഷിക്കണം മുതലാളി. ഞങ്ങളെ ഞങ്ങളുടെ കുടുംബത്തെ മുതലാളി രക്ഷിക്കണം മുതലാളി. രക്ഷിക്കാൻ ഞാൻ അങ്ങോട്ട് വരണോ? കേറി വാ. ദേ തുറന്നു വെച്ചിട്ടേക്ക് വരുന്നു. അപ്പൊ അടച്ചു കൂട്ടിയോ? ഇനി പോകാൻ പരിപാടിയില്ലേ? തുറന്നോ കഴുതേ. എന്താടാ കാര്യം? 500 മുതലാളി. ഞങ്ങൾക്ക് ഇനി മുതലാളി മാത്രമേ ഉള്ളൂ മുതലാളി. അതെന്താ ബാക്കിയുള്ള മുതലാളിമാരെല്ലാം ചത്തോ? കാര്യം പറയടാ. എന്റെ നാരായണൻ കുട്ടിയെ കാർത്തിയാനിയുടെ ആളുകളൊന്ന് പിടിച്ചോണ്ട് പോയി മുതലാളി. ഏത് കാർത്തിയാനിയാടാ? കടപ്പുറത്ത് കാർത്തിയാനി എന്ന് പറഞ്ഞു വെച്ച് വന്ന് താമസിക്കുന്നുണ്ട്. അവള് ഇയാളുടെ മകനെ പിടിച്ചു വെച്ചിരിക്കുക മുതലാളി. അതൊക്കെ പോലീസ് അടിച്ചെന്ന് പറയടാ. ഞാൻ പറഞ്ഞാന്ന് പറ. പോലീസുമായിട്ട് ഞങ്ങൾ ചെന്നതാ മുതലാളി. എന്നിട്ടും അവൾ അവനെ വിട്ടു തന്നില്ല. അത് ശരി. അപ്പോ ഈ പോലീസും പട്ടാളവും എല്ലാം തോറ്റെടുത്ത് ഇനി ഞാൻ പോയി അടി കൂടണല്ലേ? എനിക്ക് മനസ്സില്ല. ഓടുന്നു. കടപ്പുറം കാർത്തിയാനിക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കണത് ആ ആനപ്പാറയിലെ അച്ചമ്മയാ. അച്ചമ്മ അയച്ചു കൊടുത്ത ഗുണ്ടകളാ അവർക്കിപ്പോ കാവല്. അതാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വക്കീലേ, എടോ വക്കീലേ. ഞാനിവിടെ ഉണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. ഇല്ലാത്തവരെ ഞാൻ വിളിക്കുവോ? താനാ ഫോണിൽ എടുത്ത് കറക്കി നമ്മുടെ പിള്ളേരേക്ക് നീ വരാൻ പറ. ഈ കേസിൽ നമ്മൾ ഇടപെടണം മുതലാളി. ഇതൊരു പെണ്ണ് കേസല്ലേ? നിങ്ങൾക്കറിയില്ലേ പെണ്ണുങ്ങളുമായി ബന്ധപ്പെട്ട ഒരു കേസിലും 500 ഇടപെടില്ലെന്ന്? എടോ വക്കീലേ, ഞാൻ കേട്ടിടത്തോളം ഇതൊരു പെണ്ണ് കേസല്ല. ആനപ്പാറയെ തള്ളയും മക്കളും ഇടപെട്ട കേസാ. അവർക്കെതിരായിട്ട് ആരെന്ത് സഹായം ചോദിച്ചു പറ്റി തോന്നാലും ഈ 500 സഹായിക്കും. 500 സഹായിക്കും. സഹായിക്കും. അത് നീയാണ് തീരുമാനിക്കുന്നത്, ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. താഴേതാ. താൻ വിളിയോ? ഇത് രണ്ടും 2 മാസത്തെ ബില്ല്. ബാലരാമനോടാ? അതെ, ഞാൻ ബാലരാമനാ. നീ ഇവിടെ വരെന്ന് പറഞ്ഞല്ലോ. ഒരാഴ്ച പെട്ടെന്ന് വരണം. ഇതാ വരുന്നു, ഉടനെ വരാം. ഇതൊക്കെ എടുത്ത് വെച്ചേരെ, ഞാൻ വന്നിട്ട് നോക്കാം. ഉച്ചയ്ക്ക് മുമ്പ് കണക്ക് കൊണ്ട് സെൽ ടാക്സി ചെല്ലേണ്ടതാ. ഉച്ച കഴിഞ്ഞാൽ പുസ്തകത്തിൽ നിന്ന് കണക്ക് മാഞ്ഞു പോയിരിക്കും. എടുത്തോട്ട് പോടോ. ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാദാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നവാമി. ആവശ്യത്തിന് ഞാൻ മണിയടിക്കണ്ടല്ലോ, പിന്നെ ആരെ ഇപ്പൊ എന്റെ കൂടടിക്കണേ? കയ്യിലുള്ള ആ കുഞ്ഞിക്കിണർ ഒന്ന് മേശപ്പുറത്ത് വെച്ച് ഫോൺ ബെല്ലടിക്കുന്നത് നിനക്ക് കേട്ടൂടെ എന്റെ കുട്ടി? ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടൂടെ എന്റെ കുട്ടി? എന്നാ ഫോൺ എടുക്കണ പെരട്ടെ. അപ്പൊ നമ്മൾ എവിടെ നിർത്തിയെന്ന് പറഞ്ഞേ? വാദാത്മജം ശിരസ. ഓ പ്രേമം നോക്കിയടാ. ആരമ്മേനെ കെട്ടി പിശാചാന്ന്. ചോറ്. ഹലോ, ആരാ? നിന്റെയൊക്കെ അമ്മയെ കെട്ടിയ പിശാചി തന്നെയാ. അയ്യോ ചേട്ടാ, അച്ഛനാ? അച്ഛൻ? അയ്യോ ആഞ്ജനയാ. സാമേട്ടനെ വിളിക്കട്ടെ അച്ഛാ? വേണ്ട, നീ അവനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാ മതി. വന്നേക്കാം അച്ഛാ, ഉടനെ വന്നേക്കാം. പ്രേമ ഒന്ന് പിടിച്ച, എനിക്ക് ഇത്തിരി പണിയുണ്ട്. അയ്യോ എടാ തൊരപ്പാ, അച്ഛന്റെ ഒച്ച നിനക്ക് മനസ്സിലായില്ലല്ലേ? മനസ്സിലായില്ലെങ്കിലേ നിന്നെ ഞാൻ ഇന്ന് ഇവിടുന്ന് ഡിസ്മിസ് ചെയ്തുടാ. പോ. ഹലോ, ലോക്കാളി ഹോസ്റ്റലില്ലേ? അതെ. രാമത്തിരുന്ന് കിട്ടണമല്ലോ. ഇപ്പൊ വിളിക്കാം. യെസ്, രാമഭദ്രൻ ഹിയർ. നീ എന്താ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? പോയിട്ട് പിന്നെ വന്നിട്ട് വീണ്ടും പോകാനായിട്ട് പോയിട്ട് അപ്പോഴാണ് അച്ഛന്റെ ഫോൺ വന്നിട്ട്. മതിയടാ. പോയില്ല, ഉച്ചയ്ക്ക് പൊക്കോളാം. വേണ്ട, നീ ഇങ്ങോട്ട് വന്നാ മതി. ഇല്ലച്ചാ, ഉച്ചയ്ക്ക് തീർച്ചയായിട്ടും പൊക്കോളാം. അതല്ലടാ, ഇവിടെ വന്നിട്ട് വേറെ കാര്യമുണ്ടെന്ന്. ആണോ? എങ്കിൽ ഞാൻ ദേ അവിടെ എത്തി.
മുതലാളിമാരെല്ലാരും കൂടെ പാവങ്ങളുടെ കൂരയില് പാവങ്ങളാണ്ട് ആ തീർച്ചയായും നീയല്ലടാ പറഞ്ഞത് ഇതെല്ലാം ആനപ്പാറയിലെ ഗുണ്ടകളാണെന്ന്. ചെല്ലേ അങ്ങോട്ട് ചെന്ന് ആ കുട്ടിയെ ഇറക്കിട്ട് വാ. ചെറുക്കനെ കൊണ്ടുപോകാമെന്നാണല്ലേ? നടക്കൂല മുതലാളി. നടക്കൂലേ? അയ്യോ, എന്നാ ഞങ്ങൾ തോളത്തെടുത്തോണ്ട് പോവാം. നീ എടുക്കോടാ, ഇവിടുത്തോളാന്ന്. ഏയ്, അവനെ നിങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകില്ല. കൊണ്ടുപോകും മുതലാളി, ഇത് കടപ്പുറമാണ്. ഇത് കടലിൽ നിന്ന് മീൻമാരണ കയ്യും നാറും. ഇത് ഞാൻ ചന്തി കരുതുന്ന കയ്യാ, നിന്നെ നാറ്റാൻ ഇത് മതി. നിനക്ക് ആർക്കാണ് എന്റെ കെട്ടിയനെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ടത്? പറയടാ, ആർക്കാ കൊണ്ടുപോകണ്ടെന്ന്? നീയൊക്കെ ആണോടാ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന വലിയ ആണുങ്ങള്? പെണ്ണിന്റെ ചൂടറിയാത്ത നീയൊക്കെ എവിടുത്തെ ആണുങ്ങളാടാ? ആണുങ്ങളാണെങ്കിൽ വാടാ, തൊട്ടു നോക്ക്. പെണ്ണിന്റെ ചൂടെന്താണെന്ന് കാണിച്ചു തരാം. വാടാ, ചൂടാണെങ്കിൽ വാടാ പട്ടികളെ.